ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് റവയും മുട്ടയും വെച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ പലഹാരം നല്ല ടേസ്റ്റുള്ള പലഹാരമാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനു വേണ്ടി 125 ml കപ്പിന് 1 കപ്പ് അളവിൽ റവപ്പൊടി നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരളവിൽ തയ്യാറാക്കണമെങ്കിൽ 2 മുട്ടയാണ് വേണ്ടത്. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. നന്നായിട്ട് നടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അലിയിപ്പിച്ചെടുക്കണം നമ്മൾ. ഇനി ഒരു നുള്ളു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും എസൻസ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒന്നുകിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് റവപ്പൊടി കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു ജ്യൂസിലാണ് കിട്ടിയേക്കണേ. അതുകൊണ്ട് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. എണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഗോതമ്പ് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തേക്കണം. ഈ ഒരു പരുവത്തിനാണ് വേണ്ടത്. നമുക്കിനി 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കും. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഉണ്ട്, ആ മുട്ടയുടെ നീരൊക്കെ നന്നായിട്ട് റവ അബ്സോർബ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. നമുക്കിനി ഇപ്പോൾ തന്നെ തയ്യാറാക്കി എടുക്കാം. നമുക്ക് കൈ വെച്ച് തന്നെ ചെറിയ പീസസായി എടുക്കാം. എന്നിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓരോ സമയത്ത് ഒരുപാട് സ്നാക്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്കിത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കുകയില്ല ഈ സ്നാക്സ്. നല്ല ടേസ്റ്റും ഉണ്ട് തന്നെ. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം. ബാക്കിയുള്ളത് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം. ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. നല്ല ചൂടുണ്ട്. ഉൾവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. പുറമെ നല്ല ക്രിസ്പിയാണ് താനും. ഈ സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.